السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. أما بعد. ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 1 ഇന്ന് നമ്മൾ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ വരി, ബെയ്ത്തിന്റെ ആദ്യത്തെ വരി മുതൽ അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമ്മൾ നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണം ഉണ്ടാവട്ടെ. വസ്സലാമു അലർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും ഉണ്ടാവട്ടെ. അശ്ശഫീഇ, സുബാർശകനായ, അൽ അബ്തഹി, മക്കയിലെ അബ്ത എന്ന സ്ഥലത്ത് താമസിച്ചവരായ, വൽ ഹബീബിൽ അറബി, അല്ലാഹുവിന്റെ ഹബീബും അറബി ഭാഷക്കാരനുമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? അറബി ഭാഷക്കാരും അല്ലാഹുവിന്റെ ഹബീബും മക്കയിലെ അബുദ്ധ ദേശക്കാരും സുബാർശകരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. അതാണ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി എന്ന് പറഞ്ഞ ആ 2 വരിയുടെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 വിശേഷണങ്ങളാണ് ഈ ബൈത്തിൽ പറയുന്നത്. ഒന്ന്, അൽ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തത് അൽ അറബി, അറബി ഭാഷക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 3, അൽ അബ്തഹി, മക്കയിലെ അബ്ത എന്ന സ്ഥലത്ത് താമസിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 4, അശ്ശഫീഅ്, സുബാർശകൻ, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ 4 വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ഈ ബൈത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഇനി അതിലെ 1-ാമത്തെ വരി, അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അൻത തത്ലുഉ ബൈനനാ, അങ്ങ് നമുക്കിടയിൽ തിളങ്ങി നിൽക്കുന്നു. ഫിൽ കവാകിബി, നക്ഷത്രങ്ങൾക്കിടയിലെ, കൽ ബുദൂർ, പൂർണ്ണചന്ദ്രനെ പോലെ, ബൽ വഅശ്റഫു മിൻഹു, പോരാ അങ്ങ് അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. യാ സയ്യിദി ഖൈറൻ നബി, ഓ എന്റെ നേതാവേ, അങ്ങ് പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എന്റെ നേതാവേ, അങ്ങ് നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്നു. പോരാ അങ്ങ് അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ഇതാണ് ഈ അൻത തത്ലുഉ എന്ന് പറഞ്ഞ ഈ 2 വരിയുടെ അർത്ഥം. ആകാശത്ത് നക്ഷത്രങ്ങളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പോയിന്റ് പോലെ മാത്രമേ നമുക്ക് കാണാനാവൂ. എന്നാൽ പൂർണ്ണചന്ദ്രൻ വെട്ടിത്തിളങ്ങി നിൽക്കും. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നാലും ഒരു ചന്ദ്രന്റെ അടുത്തെത്തുകയില്ല. ഇവിടെ ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നത് യഥാക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു അമ്പിയാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ്. കൽ ബദർ, ഇവിടെ ഒരു ചന്ദ്രൻ എന്നല്ല പറഞ്ഞത്,
മറിച്ച് കൽ ബുദൂർ, ഒരുപാട് ചന്ദ്രനുകൾ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, എങ്കിലും സാങ്കല്പികമായി ഒരുപാട് ചന്ദ്രൻ ഉദിച്ചു നിന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വഹാബത്ത് അല്ലെങ്കിൽ മറ്റു അമ്പിയാക്കൾക്ക് മറ്റു നക്ഷത്രങ്ങളെ പോലെയും അതിനേക്കാൾ മഹത്വമുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അംബിയ മുർസലീങ്ങളുടെയും ആകാശഭൂമിയിലുള്ള സർവരുടെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ ഈ വരിയിൽ പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി ശ്രോതാക്കളൊക്കെ ഇതിൻ്റെ വരികൾ അർത്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും ഹബീബായ തങ്ങളെ തിരുവസന്തം 1500 നമ്മളിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് എല്ലാവരും ഹബീബായ തങ്ങളുടെ മങ്കൂസ് മൗലിദിൻ്റെ അർത്ഥവും മഹത്വമൊക്കെ മനസ്സിലാക്കി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കും പരിചയക്കാരിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെയും കൂടി ഈ മഹബത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ നന്മ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.